ഒന്ന് ഇരുന്ന് സംസാരിക്കാം. അക്ഷയ പോയതാണ്, ഇരുന്നിട്ടില്ലേ ഇരുത്തിക്കും. വേറെ ഒന്നുമല്ല, ആച്ചാന് തിരിച്ചു പോകാൻ നേരമായി. അതിനൊരു മെഡിക്കലിൻ്റെ ഡേറ്റ് എടുക്കാൻ വന്നതാണ്. അന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഇതാ ചെങ്ങാൻ്റെ അടുത്തേക്ക്. കുറേ കാലമായിട്ട് വീഡിയോയിലൊന്നും ഇല്ലായിനോ, എവിടെ പോയെന്ന് പഠിച്ചോനറിയാം. ഓനെയും കൂട്ടി ഇങ്ങനെ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ വൈകുന്നേരത്തെ ചായയും കാടി അത് മസ്റ്റാ. കഴിഞ്ഞ് ഇവൻ്റെ കമ്പനിക്കാരനൊരു പീടി തുടങ്ങിയെന്ന് പറഞ്ഞ് ചുരത്തില്. റൈനാസേ, ഈ തണുപ്പില്ലാത്ത നാരായണസോടെ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്വന്തം മച്ചാൻ്റെ വീടാണ്. ചുരത്തിലേക്ക് കയറുന്നവരൊന്ന് വിസിറ്റ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു. പോകാലോ? എയിനാ പോകാമെന്ന് വലിയ ഡൗട്ടൊന്നുമില്ല. ആലപ്പുഴ ചിങ്കാനൊക്കെ തന്നെ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ അങ്ങനെ പോയി. ആദ്യമായിട്ടാണ് ഗൈസ് സിനിമക്ക് ഇത്രയും നേരത്തെ എത്തുന്നത്. അതായത് 5:45 ഷോക്ക് 5 മണിക്ക് തന്നെ ഞങ്ങൾ എത്തി. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ്. കുറുക്കൻ്റെ നോട്ടം എപ്പോഴും കോഴിക്കോട്ട് തന്നെയാണല്ലോ. ഒരു പെടനെ കിട്ടിക്കഴിഞ്ഞാൽ മാറിക്കോളും. യാത്രാക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് മോരും വെള്ളം കുടിച്ച് ഇടം മാറ്റാൻ കൈതപ്പോയിൽ നിന്ന് മുക്കത്തേക്കല്ല എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കും. ഞങ്ങളെ പള്ള എല്ലാം ഗുണാക്കേ, അതിനെക്കൂടെ ഒരു പ്രശ്നമില്ല. 3 ഒരു സൈസ് ആയതുകൊണ്ട് നോ പ്രോബ്ലം. തിന്നുകൊണ്ടേ ഇരിക്കൂ, കുടിച്ചുകൊണ്ടേ ഇരിക്കൂ. പുരയിൽ അങ്ങനെ കുത്തിരിക്കുന്നവരാ കുത്തിരിക്കുന്നത്. അങ്ങനെ സിനിമ തുടങ്ങി. ആലപ്പുഴ ജിങ്കാന എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സമയം പോയതേ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ പോയി. ഇപ്പം നെക്സ്റ്റ് ടുമാറോ ബൈ.